ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ. പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറ്റിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. മെയ് 1 മുതൽ രാജ്യത്തെ LPG ഉപഭോക്താക്കൾക്കായി പുതിയ നിയമങ്ങൾ പ്രാബല്യത്തിൽ വരികയാണ്. സിലിണ്ടർ ബുക്കിംഗ്, ഡെലിവറി രീതികൾ, വിലനിർണ്ണയം എന്നിവയിൽ വലിയ മാറ്റങ്ങളാണ് സർക്കാർ കൊണ്ടുവരുന്നത്. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ആഗോള ഊർജ്ജ വിപണിയിലുണ്ടായ അനിശ്ചിതത്വം കണക്കിലെടുത്ത് എണ്ണക്കമ്പനികൾ വിതരണ സംവിധാനങ്ങൾ പരിഷ്കരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഈ നടപടികൾ. പുതിയ പരിഷ്കാരം അനുസരിച്ച് സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിനിടയിലുള്ള സമയപരിധി വർദ്ധിപ്പിച്ചു. അതുപോലെ നഗരപ്രദേശങ്ങളിൽ 2 ബുക്കിങ്ങുകൾക്കിടയിലുള്ള ഇടവേള 21 ദിവസത്തിൽ നിന്ന് 25 ദിവസമായി ഉയർത്തി. ഗ്രാമപ്രദേശങ്ങളിൽ ഇത് 45 ദിവസം വരെ ആയിരിക്കും. സിലിണ്ടർ റീഫിൽ ചെയ്യുന്നതിൽ കാലതാമസം ഒഴിവാക്കാൻ ഉപഭോക്താക്കൾ ഇനി മുതൽ കൂടുതൽ മുൻകൂട്ടി പ്ലാൻ ചെയ്യേണ്ടി വരും. അതായത് സിലിണ്ടറുകൾ ദുരുപയോഗം ചെയ്യുന്നത് തടയാനും സബ്സിഡി അർഹരായവരിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും ഡെലിവറി സംവിധാനം കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ്. ഇനി മുതൽ സിലിണ്ടർ കൈപ്പറ്റുമ്പോൾ ഉപഭോക്താവിൻ്റെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കുന്ന ഒറ്റത്തവണ പാസ്വേഡ് ഡെലിവറി ഏജൻറ്റുമായി പങ്കിടണം. ഈ വെരിഫിക്കേഷൻ പൂർത്തിയായാൽ മാത്രമേ ഗ്യാസ് ലഭിക്കുകയുള്ളൂ. പ്രധാനമന്ത്രി ഉജ്ജ്വൽ യോജന ഉപഭോക്താക്കൾക്ക് ആധാർ അധിഷ്ഠിത eKYC പ്രക്രിയ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഇതുവരെ eKYC പൂർത്തിയാക്കാത്തവർ എത്രയും വേഗം ഇത് ചെയ്യേണ്ടതാണ്. ഓരോ സാമ്പത്തിക വർഷത്തിലും ഒരിക്കലെങ്കിലും ഈ പ്രക്രിയ പൂർത്തിയാക്കിയാൽ മാത്രമേ സബ്സിഡി ആനുകൂല്യങ്ങൾ തുടർച്ചയായി ലഭിക്കുകയുള്ളൂ. ഇതിനകം eKYC പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്കും PMUY ഇതര ഉപഭോക്താക്കൾക്കും നിലവിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അതുപോലെ കഴിഞ്ഞ ആഴ്ചകളിൽ ഗാർഹിക സിലിണ്ടറുകൾക്ക് 60 രൂപയോളം വർധനവ് രേഖപ്പെടുത്തിയിരുന്നു. മെയ് 1 എണ്ണക്കമ്പനികൾ വിലയിലും വിതരണ നിയമങ്ങളും വീണ്ടും അവലോകനം ചെയ്യുന്നതോടെ വിലയിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അതോടൊപ്പം തന്നെ ഗ്യാസ് പൈപ്പ് ലൈൻ സൗകര്യമുള്ള പ്രദേശങ്ങളിലും ഉപഭോക്താക്കൾ വൈകാതെ LPGയിൽ നിന്ന് PNGയിലേക്ക് മാറേണ്ടി വരും. നിശ്ചിത സമയത്തിനുള്ളിൽ മാറിയില്ലെങ്കിൽ LPG വിതരണം നിർത്തിവെക്കാൻ സാധ്യതയുണ്ട്. ഇനി ഗ്യാസ് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി വാട്സപ്പ് വഴി ഹായ് എന്നോ റീഫിൽ എന്നോ സന്ദേശം അയച്ചും ഔദ്യോഗിക നമ്പറിലേക്ക് മിസ് കോൾ നൽകിയും IVRS വഴിയും ഉപഭോക്താക്കൾക്ക് സിലിണ്ടർ ബുക്ക് ചെയ്യാവുന്നതാണ്. കൂടാതെ ഗ്യാസ് ഏജൻസികളുടെ ആപ്പുകൾ വഴിയോ വെബ്സൈറ്റുകൾ വഴിയോ റീഫിൽ ഓർഡർ ചെയ്യാനും സൗകര്യമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ വിതരണക്കാരെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അടുത്ത അറിയിപ്പ്: സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ആവശ്യകത നേരിടുന്നതിനായി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ KSEB തീരുമാനിച്ചു. നിയന്ത്രണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉപഭോക്താക്കളെ SMS വഴി മുൻകൂട്ടി അറിയിക്കും. നിലവിൽ നേരിടുന്ന പ്രസരണ വിതരണ സമ്മർദ്ദം കുറയ്ക്കാനാണ് ഈ നടപടി. ഏപ്രിൽ 18 സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡായ 117.16 ദശലക്ഷം യൂണിറ്റിലെത്തി. ഏപ്രിൽ 23 രാത്രി 10:30 വൈദ്യുതി ആവശ്യകത 6195 മെഗാവാട്ട് വരെയായി ഉയർന്നു. അമിത ഉപഭോഗം മൂലം വിതരണ ശൃംഖല വലിയ സമ്മർദ്ദത്തിലാണെന്നും ചിലയിടങ്ങളിൽ വോൾട്ടേജ് കുറവ് അനുഭവപ്പെടുന്നുണ്ടെന്നും KSEB വ്യക്തമാക്കി. വൈകുന്നേരം 6 മണി മുതൽ രാത്രി 11 മണി വരെയുള്ള സമയത്താണ് വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കേണ്ടത്. ഈ സമയത്ത് വിവിധ ഉപകരണങ്ങളുടെ ഉപയോഗം ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. പമ്പ് സെറ്റ്, ഇൻഡക്ഷൻ സ്റ്റൗ, വാട്ടർ ഹീറ്റർ, ഇസ്തിരിപ്പെട്ടി, വാഷിംഗ് മെഷീൻ, ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ് എന്നിവയാണിത്. അതുപോലെ AC-യുടെ താപനില 24 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെയായി ക്രമീകരിക്കുന്നത് വൈദ്യുതി ലാഭിക്കാൻ സഹായിക്കും. പീക്ക് സമയങ്ങളിൽ അത്യാവശ്യമല്ലാത്ത ലൈറ്റുകളും മറ്റു ഉപകരണങ്ങളും ഓഫ് ചെയ്യുകയും നല്ലതാണ്. വൈദ്യുതി അധികമായി വേണ്ട ജോലികൾ പകൽ സമയത്തോ രാത്രി 11 ശേഷമോ ചെയ്യാൻ ശ്രമിക്കുക. പുറത്തുനിന്ന് വൈദ്യുതി എത്തിച്ചും ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടിയും പ്രതിസന്ധി പരിഹരിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് KSEB അറിയിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുമല്ലോ. അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്.